ഹലോ. അപ്പോൾ നമുക്ക് നാളെ നടക്കാൻ പോകുന്ന അടിസ്ഥാന പാഠാവലിയുടെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സാധാരണയായിട്ട് ചോദിക്കുന്നൊരു പാറ്റേൺ ഉണ്ട്. അതിൽ വിവരണം ഉണ്ടാവും, വിശകലനക്കുറിപ്പ് ഉണ്ടാവും, പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനുണ്ടാവും, വർണ്ണന ഉണ്ടാവും, ഒരു അനുഭവം എഴുതാനുണ്ടാവും. ഓണാനുഭവം ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. പിന്നീട് ഒരു പ്രസംഗം, ജീവചരിത്രം, ഉപന്യാസം, പിന്നീട് ഒരു വാങ്മയ ചിത്രം. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചിലതൊന്നും ചോദിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ച് പോകണം അല്ലേ, എക്സാം അല്ലേ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് പ്രവർത്തനം 2 നോക്കൂ. ഇത് നമ്മൾ നടത്തിയിട്ടുള്ളൊരു യാത്രയെക്കുറിച്ചിട്ട് വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിനിപ്പോൾ യാത്ര നടത്തിയിട്ടില്ലെങ്കിലും നല്ലൊരു യാത്ര നടത്തി എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. മലയജ സുരഭില മാരുതനേൽക്കും മലയാളം ഹാ മാമകരാജ്യം. ഈ വരികൾ എഴുതിയത് ആരാണെന്ന്. അതിൻ്റെ ആൻസർ ബോധേശ്വരനാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള 2 വരികൾ തരും, എന്നിട്ട് അതാരാണ് എഴുതിയത് എന്നുള്ളത് നിങ്ങളടുത്ത് ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് നോക്കി വിവരണം തയ്യാറാക്കാനുണ്ടാകും. പിന്നീട് കവിത തന്നിട്ട് അതാരെഴുതിയതാണെന്ന് ചോദിക്കും കേട്ടോ. ഈ പ്രവർത്തനം 3 നോക്കൂ. വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അവിടെ ഒരു കവിത തന്നിട്ടുണ്ട്, വൈലോപ്പിള്ളിയുടെ ഓണപ്പാട്ടുകാർ എന്നിട്ടുള്ളത് അല്ലേ. ഓണം ഓരോ കാലത്തും ഓരോ അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഓണം അന്നും ഇന്നും എന്ന പാഠഭാഗത്തിലെ ആശയവും നിങ്ങളുടെ ഓണാനുഭവവും വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് എളുപ്പമല്ലേ, നമുക്ക് നമ്മുടെ ഓണാനുഭവം വളരെ നന്നായിട്ട് എഴുതാൻ അറിയില്ലേ. ഓക്കെ, ഇതിലെ പ്രവർത്തനം 1 നോക്ക്. കഥാപാത്ര നിരൂപണമാണ് അല്ലേ. ആരുടെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്? അഗ്നിഹോത്രിയെ കുറിച്ചിട്ടാണ്. നമുക്ക് ഇവിടെ തന്നെ പോയിൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് എക്സ്ട്രാ ചേർത്തിട്ട് അങ്ങോട്ട് കൂട്ടി എഴുതിയാൽ മതി അല്ലേ. ബ്രാഹ്മണൻ എടുത്തു വളർത്തിയ കുട്ടിയാണ്. പിന്നീട് എന്താണ്? ചൈതന്യം തുടിക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖമാണ്. സഹോദരങ്ങളോടുള്ള പെരുമാറ്റം. പിന്നീട് ബ്രാഹ്മണ പണ്ഡിതനായ വരരുചിയുടെയും പറയ സ്ത്രീയായ പഞ്ചമിയുടെയും 12 മക്കളിൽ മൂത്തയാൾ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളും കൂടി ചേർത്തിട്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ്. അത് എളുപ്പമല്ലേ, നമുക്കിങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പോയിൻറ്റ്സ് തന്നെ അവർ തന്നു അല്ലേ. പിന്നെ അത് നോക്കി എഴുതുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ പിടിച്ചു, ഉപ്പുകൊറ്റിന് അനക്കമില്ല. 2 ആൾ പിടിച്ചു, 3 ആൾ പിടിച്ചു. അടിവരയിട്ട പദപ്രയോഗത്തിലൂടെ ഉപ്പുകൊറ്റൻ്റെ എന്ത് സവിശേഷതകളാണ് വ്യക്തമാകുന്നത്? അയാളുടെ ശക്തിയാണല്ലേ. അത്രയും ശക്തി ഉള്ളത് കൊണ്ടാണ് ഉപ്പുകൊറ്റൻ ഇങ്ങനെ അനക്കമില്ലാതെ അവിടെ തന്നെ നിന്നത് അല്ലേ. ഓക്കെ, ആൻസർ ശക്തിയാണ്. ഇനി ബി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നെന്മണി എന്ന പദം വിഗ്രഹിച്ചാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? നെല്ല് പോലുള്ള മണിയാണോ, നെല്ലിൻ്റെ മണിയാണോ, നെല്ലിലെ മണിയാണോ അതിൻ്റെ വിഗ്രഹാർത്ഥം? അത് നെല്ലിൻ്റെ മണിയാണല്ലേ. നെന്മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലിൻ്റെ മണിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡൗട്ട് ഉണ്ടാവേണ്ട, നെല്ലിൻ്റെ മണി. ഓക്കെ, പിന്നീട് ഈ പ്രവർത്തനം 3 നോക്കുക. ഇവിടെ നമ്മളോട് ഓണം അന്നും ഇന്നും എന്ന വിഷയത്തെക്കുറിച്ചിട്ട് ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ വളരെ സുഖമായിട്ട് നമുക്ക് എഴുതി പോകാവുന്നതാണ് അല്ലേ. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിരിക്കും നിങ്ങളെ എക്സാം കേട്ടോ. നമുക്കെല്ലാം അറിയുന്ന, നമുക്ക് പോയ യാത്രകളെ കുറിച്ച് എഴുതുക, നമ്മൾ കണ്ട വയലിനെ കുറിച്ച് എഴുതുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരിക്കും. വളരെ സിമ്പിളായിരിക്കും കേട്ടോ. ആരും ടെൻഷൻ അടിച്ചൊന്നും ഇരിക്കേണ്ട, വളരെ എളുപ്പമായിരിക്കും നിങ്ങളുടെ എക്സാം. ഇനി നമുക്കൊരു താരതമ്യക്കുറിപ്പ് നോക്കാം. ഇവിടെ 2 ബോക്സിലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതെന്തൊക്കെയാണ്? വീട്ടുവളപ്പിലെ പച്ചക്കറികൾ, പച്ചവേലി, ചൂട്ട്, കൂട്ടായ്മയുടെ ആഘോഷങ്ങൾ, പാള അല്ലേ. ആദ്യത്തെ ബോക്സിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. രണ്ടാമത്തെ ബോക്സിലോ അന്യദേശങ്ങളിൽ നിന്ന് വരുന്ന ധാന്യങ്ങൾ, പച്ചക്കറികൾ, കോൺക്രീറ്റ് വീടുകൾ, എന്തിനും ഏതിനും യന്ത്രങ്ങൾ, എവിടെയും മതിലുകൾ അല്ലേ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം നമ്മുടെ പഴയ കാലവും പുതിയ കാലവും തമ്മിലുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. വീട്ടുവളപ്പിലെ പച്ചക്കറികൾ, പണ്ടൊക്കെ നമ്മൾ ഒരുപാട് വീടുകളിൽ പച്ചക്കറി നടുവായിരുന്നു അല്ലേ. അതെന്താ, നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സ്ഥലങ്ങളുണ്ടായിരുന്നു അല്ലേ. ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പം നമുക്ക് അത്രയ്ക്ക് സ്ഥലങ്ങളില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ പച്ചക്കറികളൊന്നും നട്ട് വളർത്തുന്നില്ല, വളരെ കുറവാണല്ലേ ആളുകൾ കൃഷിയിലേക്കൊക്കെ തിരിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വരുന്ന ധാന്യങ്ങളും പച്ചക്കറികളൊക്കെ അന്യദേശങ്ങളിൽ നിന്നാണ് വരുന്നത് അല്ലേ. തമിഴ്നാട്, ആന്ധ്ര,
പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്കുള്ള പച്ചക്കറികളൊക്കെ വരുന്നത്. ഇനിയോ പച്ചവേലി. പണ്ട് കാലത്തൊക്കെ വേലി കെട്ടിയായിരുന്നു തരംതിരിച്ചിരുന്നത് അല്ലേ? വീടിൻ്റെ അതിരുകളൊക്കെ തരംതിരിച്ചിരുന്നത്. നമ്മുടെ മുളയുടെ വടിയൊക്കെ വെച്ചിട്ടാണ് ആളുകൾ വേലി കെട്ടിയിരുന്നത് അല്ലേ? പക്ഷെ ഇപ്പോഴാണെങ്കിലോ നമുക്ക് മതിലുകളാണല്ലേ. എല്ലായിടത്തും മതിൽ വെച്ചിട്ടാണ് ഓരോ വീടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അതിര് തിരിച്ച് മാറ്റി മാറ്റി കെട്ടിയിട്ടുള്ളത് അല്ലേ? നമുക്കറിയാം. പിന്നെ കോൺക്രീറ്റ് വീടുകളാണ് ഇപ്പോൾ ഉള്ളതെല്ലാം. പണ്ടാണെങ്കിലോ അങ്ങനെയല്ലായിരുന്നു അല്ലേ? പണ്ട് ഇത്രയും കോൺക്രീറ്റ് വീടുകളില്ലായിരുന്നു അല്ലേ? ഓല വീട്, ഓട് വീട് അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ കൂട്ടായ്മയുടെ ആഘോഷങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആഘോഷങ്ങളുണ്ടായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പോഴൊക്കെ കുറഞ്ഞു വരികയാണെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നീടോ എന്തിനും ഏതിനും യന്ത്രങ്ങളുണ്ട് ഇപ്പോൾ നമുക്കല്ലേ? നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തിനും ഏതിനും യന്ത്രങ്ങളുണ്ട്. കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ഇപ്പോഴത്തെ ആളുകൾക്ക് അല്ലേ? പക്ഷെ പണ്ടുള്ള ആളുകളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അല്ലേ? ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു. അവർക്ക് അങ്ങനെ അധികം യന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് വേണം ഈ കാര്യങ്ങൾ എഴുതാൻ കേട്ടോ. ഇപ്പോൾ യന്ത്രങ്ങളുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ വേണമെങ്കിൽ ഇപ്പം നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്. പക്ഷെ പണ്ട് അതില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് ഇത് ഞാൻ എളുപ്പമായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്ന ഐഡിയകളൊക്കെ കൂട്ടിച്ചേർത്ത് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ. ഇനി അടുത്തതൊരു ജീവചരിത്ര കുറിപ്പാണ്. ഇത് നമുക്ക് ഇതുപോലെ ആരുടെയെങ്കിലും ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് വരിക. ഏതെങ്കിലും കവികളുടെ കാര്യങ്ങൾ നമുക്കിങ്ങനെ പോയിൻറ്റ്സ് ആയിട്ട് അവർ തന്നിട്ടുണ്ടാകും. എന്നിട്ട് നമ്മളത് വായിച്ച് നോക്കിയിട്ട് വളരെ നല്ല രീതിയിൽ കൂട്ടിച്ചേർത്ത് എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ നമുക്ക് എന്താ ചോദ്യം നോക്കാം. കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും സൗന്ദര്യത്തെയും പ്രകീർത്തിക്കുന്ന കേരള ഗാനത്തിൻ്റെ രചയിതാവായ ബോധേശ്വരനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും ചുവടെ ചേർക്കുന്ന സൂചനകളും കൂട്ടിച്ചേർത്തൊരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെ പേരും ജനനസ്ഥലവും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ജനിച്ച വർഷം മരിച്ച വർഷമൊക്കെ ഉണ്ട്. നമ്മളത് കൂട്ടിച്ചേർത്ത് നമുക്കറിയാമല്ലോ, തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അതറിയാത്തവരൊന്ന് നമ്മുടെ മുന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി. നമ്മൾ മുൻപ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓണപരീക്ഷയുടെ സമയത്ത് നമ്മളിതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനിയാണ് വർണ്ണന അല്ലേ? ഓക്കെ. വയൽ വർണ്ണനയുടെ വരികൾ വായിച്ചല്ലോ. ഇവിടെ നമുക്ക് 4 വരി തന്നിട്ടുണ്ട് അല്ലേ? നിറനെന്മണിയാൽ സ്വർണ്ണപ്പാടം ഇളവെയിലേറ്റു തിളങ്ങുന്നു, പല നിറമൂലം കിളികൾ പാടും പാട്ടുകൾ നീളെ മുഴങ്ങുന്നു. അപ്പോൾ ഇനി നിങ്ങൾ കണ്ടിട്ടുള്ള വയലിൻ്റെ മനോഹര ദൃശ്യം വർണ്ണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ഇതിൽ കുറേ പേരൊക്കെ വയൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? പാടം ആണ് കേട്ടോ, കൃഷി ചെയ്യുന്ന പാടമില്ലേ, ഇതാണ് വയൽ. അപ്പോൾ ഒരുപാട് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരുപാട് പേർക്ക് അത് എന്താണെന്ന് അറിയാത്ത ആളുകളും ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളും എഴുതി ചേർക്കണം. നമുക്ക് മാർക്ക് വേണമെങ്കിൽ നമ്മൾ എഴുതി ചേർക്കണ്ടേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചേർത്താൻ പറ്റും നമുക്ക്? വളരെ മനോഹരമായ പച്ച നിറത്തിലല്ലേ? വളരെ പച്ച നിറത്തിലായിരിക്കും പാടം ഉണ്ടാവുക അല്ലേ? പിന്നീടോ വയലിൽ നല്ല കിളികൾ വരും. കിളികൾ എന്തിനാണ് വരുന്നത്? പാകമായിട്ടുള്ള നെൽവിത്തുകളൊക്കെ കൊത്തി കൊണ്ടുപോകാൻ അല്ലേ? പ്രത്യേകിച്ച് തത്തമ്മ വരും അല്ലേ? ഓക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്തണം കേട്ടോ. അങ്ങനെ വർണ്ണിച്ച് എഴുതാം. ഓക്കെ. ഈ പ്രവർത്തനം നോക്കൂ. വാങ്മയ ചിത്രം തയ്യാറാക്കാനാണ്. അതായത് ഒരാൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ നമ്മൾ പകർത്തി എഴുതുന്നതിനെയാണ് വാങ്മയ ചിത്രം എന്ന് പറയാം അല്ലേ? ഇവിടെ നമുക്ക് ഗാന്ധിജിയുടെ ഒരു വാങ്മയ ചിത്രം അവർ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. വലത് കൈയിൽ സന്തത സഹചാരിയായ മുളവടി, അതായത് എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന മുളവടി. ഇടത് കൈയിൽ ഒരു കൊച്ചു ഭാണ്ഡം, ഉടുവസ്ത്രമായി സുപരിചിതമായ ഒറ്റമുണ്ട്. ചുണ്ടിൽ നനുത്ത പുഞ്ചിരി, കണ്ണുകളിൽ നിശ്ചയത്തിൻ്റെ ജ്വലനം. ഓക്കെ. അപ്പോൾ ഇത് ഗാന്ധിജിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മളോട് ചിലപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ വാങ്മയ ചിത്രം തയ്യാറാക്കാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പാഠഭാഗവും വളരെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ടെക്സ്റ്റിലെ കഥ വളരെ നന്നായി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക്
വളരെ എളുപ്പമായിരിക്കും. ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മാതൃത്വത്തിൻ്റെ കവയിത്രി എന്ന് വിളിക്കുന്നത് ആരെയാണ്? ബാലാമണിയമ്മയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമുക്ക് വരുന്ന ചോദ്യങ്ങൾ. വിവരണം തയ്യാറാക്കുക, വിശകലനം, പ്രതികരണക്കുറിപ്പ്, വർണ്ണന, ഓണാനുഭവം, പ്രസംഗം, ജീവചരിത്രം, ഉപന്യാസം. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് എക്സാം എഴുതണം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, പഠിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.